ചോദിച്ചതാണ്, എൻ്റെ 1000 കണ്ണുള്ള മാരിമണി സത്യം. ഞാൻ ചോദിച്ച ചോദ്യമാണ്. ഇപ്പം മോൾ ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി വന്നിട്ട്, പക്ഷെ എൻ്റെ ഭാര്യ ഒരു ചോദ്യം പോലും അവളോട് ചോദിച്ചില്ല. എന്തിനാ നീ ഇങ്ങനെ ചെയ്യണേ, അല്ലെങ്കിൽ അത് നിനക്ക് അന്നം തരുന്ന കൈയാണ്, നീ ചെയ്യരുത് എന്ന് ഒരു വാക്ക് പോലും അവൾ പറഞ്ഞില്ല. അപ്പം എത്ര മാത്രമേ വേദനിച്ചിട്ടുണ്ടാവും. എൻ്റെ മകളെ പോലെ ഞാൻ നോക്കി വളർത്തിയത് അവളെ. 2 മക്കളെ ഞാൻ പൊന്നു പോലെ നോക്കിയതാ. എനിക്ക് മക്കളെന്ന് പറഞ്ഞ ജീവനാ. ഇപ്പോഴും അതെ, ഏത് മക്കളെ കണ്ടാലും ഞാൻ അവരെ കൊഞ്ചിക്കാണ്ട് വിടില്ല. എനിക്ക് അത്ര ഇഷ്ടമാണ് മക്കളെ. പക്ഷെ ആ 24 വയസ്സായിട്ട് ഊട്ടി വളർത്തിയതാണ് ഞാൻ ആ മക്കളെ. പക്ഷെ അവരെന്നെ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് നിങ്ങളിത് ഒറ്റക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊരാൾക്ക് അറിയാണ്ടിട്ടാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ അങ്ങനെ എടുക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ല, ആളുകൾക്ക് അറിയില്ലല്ലോ നമ്മൾ എടുത്തു വെക്കേണ്ട വരുമെന്നൊക്കെ ചിന്ത. അതെ, അതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ചെറുതുരുത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. തൃശ്ശൂരിൻ്റെ ഒരു ബോർഡറായിട്ട് വരും പാലക്കാട്, പട്ടാമ്പിക്കൊക്കെ ഇവിടുന്ന് അടുത്താണ്. അപ്പോൾ ഇവിടെ വന്നത് രാമകൃഷ്ണേട്ടനെ കാണാനാണ്. രാമകൃഷ്ണേട്ടന് പറ്റിയ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഈ കാണുന്നതാണ് കേട്ടോ മൂപ്പരുടെ വീട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ വേണം. രാമകൃഷ്ണേട്ടന് അരക്ക് താഴോട്ട് ചലനശേഷിയില്ല, നടക്കാൻ ബുദ്ധിമുട്ടാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്നാ നമുക്ക് ഉള്ളിലേക്ക് പോവാം. നല്ല ഇറക്കാല്ലേ. നമസ്കാരം. ഇതാണ് രാമകൃഷ്ണേട്ടൻ. എന്തൊക്കെയാ വിശേഷങ്ങള്? കൊറേ ആയില്ലേ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട്? വരാൻ പറ്റിയത് അല്ലേ? എല്ലാത്തിനും ഒരു സമയം പറയില്ലേ? അതെ. അപ്പൊ ഇതാണല്ലേ വീട്? അതാണ് ഞാൻ താമസിക്കുന്ന വീട്. ഇത് നമ്മള് സെപ്പറേറ്റ് എനിക്ക് വർക്കിനൊക്കെ വേണ്ടിട്ട് അങ്ങനെ ഇപ്പൊ ഉപയോഗിക്കുകയാണ്. അത് വാടകയ്ക്ക് കൊടുത്തിരുന്നാണ്. അപ്പൊ നമുക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഫ്രീഡം ഉണ്ടാവില്ല. നമ്മൾ തൊട്ട് വീടാകുമ്പോൾ ഒരു ഫ്രീഡം ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം ഇപ്പൊ ഞാൻ എന്റെ വർക്കിംഗ് റൂമായിട്ട് ഉപയോഗിക്കുകയാണ്. അതില് ഞാൻ ഇപ്പൊ നെറ്റിപ്പട്ടങ്ങള്, കരകൗശല വസ്തുക്കള്, പിന്നെ ടൈലറിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഇന്ന വർക്കുന്നില്ല, എന്ത് വർക്ക് കിട്ടിയാലും ചെയ്യുമ്പോൾ സൈക്കിൾ റിപ്പയർ ചെയ്യാൻ കിട്ടുകയാണെങ്കിലും, വീൽ ചെയർ റിപ്പയർ ചെയ്യാൻ കിട്ടുകയാണെങ്കിലും, കൊട റിപ്പയർ, കൊട പുതുതായിട്ട് ഉണ്ടാക്കുക, അങ്ങനെ എല്ലാ വർക്കും. ഇന്ന വർക്കുന്നില്ല, എന്ത് വർക്ക് കിട്ടിയാലും ചെയ്യാൻ റെഡിയാണ്. ചെയ്തുകൊണ്ടിരിക്കണതാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണതാണ്. അങ്ങനെയാണ്. പിന്നെ കുറച്ച് നമ്മള് സ്വന്തമായിട്ട് നമ്മുടെ ഒരു ഭിന്നശേഷിക്കാരുടെ ഒരു 2-3 ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ ഒക്കെ അഡ്മിനാണ്. പിന്നെ വോയിസ് ഓഫ് ഡിസബിൾഡ് പറഞ്ഞിട്ട് ഒരു സംഘടനയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ് ഞാൻ. പിന്നെ തക്ഷമ, പിന്നെ നമ്മുടെ തൃശ്ശൂർ കരുണ ഭിന്നശേഷിക്കാരുടെ ഒരു വിവാഹ ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ അഡ്മിനാണ്. അങ്ങനെ ഒരുപാട് സംഘടനകളും നമ്മൾ ഭിന്നശേഷിക്കാർ ഒരുപാട് പേരിനെ നമ്മൾക്ക് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോ ഒരു അടുത്ത കാലം ഒരു 3-4 വർഷമായിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി കൂടുതൽ പ്രവർത്തിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി. അതിലാണ് ഞാൻ സന്തോഷം കൂടുതൽ കണ്ടെത്തുന്നത്. കാരണം നമ്മളെ പോലുള്ള വ്യക്തികൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് സമൂഹം ഭിന്നശേഷിക്കാരെ തള്ളി നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു മെസ്സേജ് ആണെങ്കിൽ പോലും അത് അവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്ന്, അതിൽ ആ ഭിന്നശേഷിക്കാരന് അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാർക്ക് ആ ഒരു സഹായം അവർക്ക് കിട്ടുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു നിമിഷത്തെ സന്തോഷം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. ഇത് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്, പഴയ വണ്ടി. ഇത് ആദ്യമല്ലോ മീൻ കച്ചവടമൊക്കെ ചെയ്തില്ലേ? അതാ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് ഇപ്പൊ റേറ്റ് ഒക്കെ ഓവറാണല്ലോ. 1 കിലോ മത്തി 400 രൂപ തന്നെ അറിയാലോ. അപ്പൊ അത് കാരണം ഇപ്പൊ നിർത്തി. ഈ വണ്ടി ഇത് ഇപ്പൊ മണപ്പുറം ഫൗണ്ടേഷൻ എനിക്ക് പുതുതായിട്ട് തന്ന വണ്ടിയാണ്. അത് കുറച്ച് പഴക്കമുണ്ട്, കംപ്ലൈന്റുകൾ കാണിച്ചു തുടങ്ങി. കൂടുതൽ കാലം ഇനി എത്തില്ല. അപ്പൊ ഇപ്പൊ മണപ്പുറം ഫൗണ്ടേഷൻ പുതുതായിട്ട് ഒരു വണ്ടി തന്നു. തൊഴുത്തുണ്ട്. അപ്പൊ ഒരു പശുണ്ട്. പശുവിന്റെ കാര്യങ്ങളൊക്കെ അമ്മയാണ് നോക്കുക. അതെ, നല്ലൊരു അല്ലെ ഈ വീട്ടില് ഒരു വേറെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ? നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മേ
എന്തൊക്കെയുണ്ട്? ആഹാ, നമുക്ക് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടെത്തണം അല്ലേ മോനിക്ക്? അത് തന്നെ. അതെ. അമ്മേന്റെ പേരെന്താ? ഇന്ദിര അല്ലേ? അമ്മയാണ് പശുവിന്റെ കാര്യങ്ങളൊക്കെ. അധികം ഒന്നും ക്ഷീണിക്കണ്ട കേട്ടാ. 15 വയസ്സിൽ മുതലേ അമ്മ ഇവിടെ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ അമ്മ ഈ ലെവലിലെത്തി. അപ്പോഴേക്കും അച്ഛന്റെ വിയോഗം എല്ലാത്തിലും അമ്മ ഇപ്പൊ ഭയങ്കര വിഷമത്തിലാണ്. ഇപ്പൊ അമ്മക്ക് എന്താ മരിച്ചിട്ട് എത്രയായി? ഇതിപ്പോ 6ാമത്തെ വർഷം. ഇപ്പൊ ഈ ഓണം അടുക്ക 7 വർഷം. 7 വർഷമായില്ലേ? അതാണ് ഞങ്ങൾ അതിൽ നിന്ന് അതാ സന്തോഷം. ആ വീടിന് മറക്കില്ല ഒരു കാലം. അതെ, അവിടെയുള്ള ആ ചെറിയ വീടില്ലേ അവിടെ കാണുന്ന പട്ടപ്പര. അതെ, ചെറുതെങ്ങനെ കയറ്റിയിട്ട് അതിൽ വന്ന് ഇരുന്ന് പിന്നെ അവിടുന്ന് ഞങ്ങളുടെ അധ്വാനം അച്ഛന്റെയും എല്ലാവരുടെയും ഞങ്ങൾക്ക് അധ്വാനം കൊണ്ട് ദൈവം ഈ രീതിയിലാക്കി. അതെ, ഒരു ഗുരുക്കന്മാരുടെ ഒരു ഇത് അനുഗ്രഹം കൊണ്ട് ഞങ്ങള് ഇത്രയും എത്തി. ഇവന് അസുഖം വന്നു, അപ്പോഴും ഞങ്ങൾ നശിച്ചു പോവാതെ ഈ വിധത്തിൽ എത്തിച്ചത് ഭഗവാനല്ലേ. തീർച്ചയായും. ആ ഒരു സന്തോഷം മാത്രം. ഇപ്പോഴും ഞങ്ങള് ഇങ്ങനെ ജീവിക്കണം. അതെ. നമുക്ക് എന്താ വിഷമം വെച്ചാ ഇപ്പൊ നമ്മള് ഓൾറെഡി ഒരു വിവാഹം കഴിച്ചത് അത് ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഇപ്പോ അമ്മയ്ക്കും പ്രായമായി വരികയാണ്. അമ്മയ്ക്കും ബുദ്ധിമുട്ടുകൾ, പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതെ. അപ്പൊ അമ്മയ്ക്ക് നമുക്ക് അതിലെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അമ്മ ഇരിക്കുന്നുണ്ടോ? നമുക്ക് പണി ഉണ്ടാവല്ലേ? അമ്മ എന്നാ കുഴപ്പമില്ല കേട്ടോ. അമ്മ കാര്യങ്ങൾ നടക്കട്ടെ. ഇപ്പൊ പശുവിന്റെ കാര്യം ഇവിടെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആയിക്കോട്ടെ. ഇതാണ് പാല് കൊടുക്കാൻ പോകണം അല്ലേ? അത് ശരി, ആയിക്കോട്ടെ. എന്തായാലും കണ്ടതിൽ സന്തോഷം. എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം അങ്ങ് നടത്തണം അല്ലേ? ആയിക്കോട്ടെ. അതെ തന്നെ, തീർച്ചയായും. അവനൊരു കൂട്ട് വേണ്ട. നമ്മളെപ്പോഴാ എന്താന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ അങ്ങനെയല്ലേ. ഓരോരോ ഭാഗത്ത് തീരെ വയ്യാതെ കിടക്കണം. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ഞാൻ കിടക്കുന്ന സമയത്ത് ഒരാളുടെ സഹായം ഇല്ലാണ്ട് അവൻ എന്ത് ചെയ്യും? ഓരോരോ ഭാഗത്ത് അങ്ങനെയൊക്കെയല്ലേ കാണുന്നത്. അതാണ് മനസ്സിനൊരു, അതൊക്കെ സഹായിക്കാൻ 100 ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്കൊരു പാർട്ട്ണറായിട്ടൊരു വൈഫ് ഒരാൾ വേണം. അതിന്റെ അതുപോലെ വേറെ ഉണ്ടാവില്ലല്ലോ. ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കാൻ അത് ഭാര്യയ്ക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ ആർക്കും, അമ്മയ്ക്ക് പറ്റില്ല, അച്ഛന് പറ്റില്ല, പെങ്ങന്മാർക്ക് പറ്റില്ല, ഒന്നിനും പറ്റില്ല. അത് ഭാര്യയ്ക്ക് തന്നെ പറ്റുള്ളൂ. അതെ. നമ്മ ആയിക്കോട്ടെ. പശുവിനെ കറക്കണായിരിക്കും അല്ലേ? കറന്നു വെച്ചോ? ചായയൊക്കെ ഉണ്ടാക്കി പാല് കൊടുക്കണം. അതെ. ഓ, ഇത് നിങ്ങള് ബൈക്കിന്റെ മുകളിൽ ഘടിപ്പിക്കലുണ്ടോ? ഘടിപ്പി പുറത്തു പോകലുണ്ട് അല്ലേ? ചേട്ടാ, അപ്പൊ ഇൻട്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞില്ലേ? ഇനി നമ്മള് കാര്യത്തിലേക്ക് കടക്കുക അല്ലേ? നിങ്ങൾക്ക് എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 47 വയസ്സായി. 47 വയസ്സായി. കണ്ടാ തോന്നൂല്ലോ കേട്ടോ. ഏത് സോപ്പാ ഉപയോഗിക്കുന്നത്? അല്ലേ, അമ്മേന്റെ സ്പെഷ്യൽ? അങ്ങനെയൊന്നുമില്ല, എല്ലാ സോപ്പും ഉപയോഗിക്കും. ഇന്നൊരു സോപ്പൊന്നുമില്ല. പിന്നെ അത് പറയും. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ അരക്ക് കീഴ്പോട്ട് തളർന്നൊരു വ്യക്തിയാണല്ലോ. അപ്പൊ അതിൻ്റെതായ ആ ഒരു ചുറുചുറുക്ക് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ ഒരു കണ്ടുപിടുത്തം. തീർച്ചയായും. അപ്പൊ ഇത് എന്ത് പറ്റിയതാ? എനിക്ക് 4.5 വയസ്സിൽ പോളിയോ വന്നതാണ്. അതായത് അന്നത്തെ കാലത്ത് നമ്മള് വാക്സിനൊന്നും ഇല്ല പ്രധാനമായിട്ട്. പിന്നെ അന്നത്തെ കാലത്ത് വാക്സിൻ ഇല്ലാത്ത കാരണം ആ ഇഞ്ചക്ഷൻ ഒന്നും എടുത്തില്ല, പോളിയോ ഒന്നും എടുത്തില്ല. ഇന്നിപ്പോ എല്ലാ ചെറിയ കുട്ടികൾക്ക് വരെ നമ്മള് ഉത്ഭവത്തിൽ തന്നെ നമ്മളെല്ലാ മരുന്നുകളും ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഉണ്ടായില്ല. പിന്നെ അന്നത്തെ കാലത്ത് അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ട്, അച്ഛനും വിദ്യാഭ്യാസം തീരെ ഇല്ല. പിന്നെ അവർക്ക് അറിയില്ല ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണം, കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഡോക്ടർമാർക്കും അന്നത്തെ കാലത്തുള്ള ഡോക്ടർമാർക്കും അറിയില്ല ഇതെന്താ അസുഖം. 48 മണിക്കൂർ കൊണ്ട് കണ്ടുപിടിക്കേണ്ട അസുഖം 4 മാസമായിട്ട് അവർ കണ്ടുപിടിച്ചില്ല. അപ്പോൾ അങ്ങനെ കാലിന്റെ മുട്ടിനാണ് പഴുപ്പ് കണ്ടത്. ആ പഴുപ്പ് മേലോട്ട് കയറി അങ്ങനെ ശരീരത്തിന്റെ ശ്വാസകോശം വരെ പഴുത്തു. അന്ന് ഇവര് ഈ 4.5 വയസ്സായ കുട്ടിയുടെ കാലിന്റെ മുകളിൽ 42 ഹോൾ കിട്ടും. അത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ്. ഒരു ഇരുമ്പിന്റെ ഒരു കട്ട പോലുള്ള ബെൽറ്റ് വെച്ചിട്ട് ഈ 4.5 വയസ്സായ കുട്ടീനെ ആ കട്ടയുടെ മുകളിൽ ബെൽറ്റ് ഇട്ട് മുറുക്കി കെട്ടിയിട്ട് ഡ്രിൽ മെഷീൻ വെച്ചിട്ടാണ് ഈ 42 ഹോൾ ഇടുന്നത്. അങ്ങനെ ആ 42 ഹോളിട്ട കാലിന്റെ ഉള്ളിലുള്ള അസ്ഥികൾ കംപ്ലീറ്റ് നുറുങ്ങിപ്പോയി. ഇപ്പൊ 4.5 വയസ്സായ കുട്ടിയുടെ കാലിന്റെ എല്ല് വളച്ചൊടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടും. അത്ര ബലം ഉണ്ടാവുള്ളൂ. ആ കുട്ടിയുടെ കാലുമ്പോ ഈ 42 ഹോൾ അവര്
അവരെന്താ പറയണെന്ന് വെച്ചാൽ പഴുപ്പ് എവിടെയാണെന്ന് ചെക്ക് ചെയ്യാനാണ് അന്നത്തെ ഡോക്ടർമാർ. അങ്ങനെ ആ എല്ല് കംപ്ലീറ്റ് പൊട്ടി. പിന്നെ ശരീരം ഇങ്ങോട്ട് നീര് വെച്ച് മലമൂത്ര വിസർജനം ഒന്നുമില്ല, ഒരു തുള്ളി വെള്ളം കുടിക്കില്ല, ഒന്നുമില്ല. തലയിലെ മുടി കംപ്ലീറ്റ് പോയി. കാരണം ശരിക്കൊരു മരണം മുന്നിൽ നടക്കുന്നുള്ളൊരു കണ്ടീഷനിലെത്തി. അന്ന് അപ്പോഴാണ് അടുത്ത ബെഡിൽ കിടക്കുന്ന ഒരു ചേട്ടൻ പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുക, കുട്ടിയുടെ ജീവനെങ്കിലും കിട്ടുമെന്ന് പറയണം. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ വിചാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പഠിക്കണ സ്കൂളുകളാണ് അല്ലെങ്കിൽ കോളേജാണ് എന്നുള്ളതാണ് ഇവരുടെ വിചാരം. അന്ന് ആ വ്യക്തിയാണ് പറഞ്ഞ് സത്യത്തിൽ ഒരു ദൈവത്തെ പോലെ വന്നത് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ആ വിവരം പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതൊരു ദൈവത്തെ പോലെ വന്ന് അങ്ങനെ അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. അവരവിടെ കൊണ്ടുപോയി ഈ മൂത്രത്തിൻ്റെയും ട്യൂബൊക്കെ വലിച്ചു ഊരി ഒറ്റ ഇഞ്ചക്ഷൻ ചെയ്തതോടുകൂടെ മൂത്രം പെയ്യാൻ തുടങ്ങി. ആ നീര് വെച്ച കുട്ടിയുടെ നീര് കുറഞ്ഞു. അങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അവിടുന്ന് അങ്ങോട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത് കാല് കാലിന്റെ അടികൾപ്പുഴ മൊത്തം പോടാണ്, മുറിവിന്റെ അടയാളങ്ങളാണ്. വെറും ദശയില്ല, ഇറച്ചിയില്ല, വെറും ആ ഒരു തോല് മാത്രമാണ് എല്ലിന്റെ മുകളിൽ കൂടെ, അത്രേ ഉള്ളൂ. അവിടുന്ന് പിന്നെയാണ് 1ാം ക്ലാസ്സിൽ 11 വയസ്സിൽ 1ാം ക്ലാസ്സിൽ കയറണത്. അന്ന് ഇവിടുത്തെ ഹെഡ് മാഷ് നമുക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് നമ്മളന്ന് അവിടെ പഠിക്കാൻ പോണത്. അപ്പോൾ 11 വയസ്സ് അന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുക പറഞ്ഞാൽ അന്ന് 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികളുടെ ഏറ്റവും തലമൂത്ത ആള് ഞാനാണ്. ഞാൻ IT വരെ പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ മറ്റേത് ഇലക്ട്രോണിക്സ് ഡിപ്ലോമ എടുത്തു. പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് 2 കോഴ്സ് ചെയ്തു. ഗവൺമെന്റിൽ നിന്നും നമുക്ക് അതിനൊന്നും ആനുകൂല്യമായിട്ടുള്ള ജോലിയോ കാര്യങ്ങളോ ഇതുവരെ കിട്ടിയില്ല. കാരണം നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റില് 60% ഭിന്നശേഷിക്കാരനാണ്. ഇപ്പൊ എന്നെ ഇപ്പൊ 2-3 ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചു. ഒന്ന് തിരുവനന്തപുരത്ത് ലോട്ടറി ഓഫീസിലേക്ക് വിളിച്ചു. അത് എന്താ പറയണെച്ചാ ലോഡിങ് അൺലോഡിങ്, മറ്റേ കണ്ടെയ്നറിലേക്ക് നമ്മൾ കൊണ്ടുപോയി ടിക്കറ്റുകൾ കൊണ്ടുപോയി നിറയ്ക്കണം. അതുപോലെ അവിടുന്ന് അൺലോഡിങ് കൊണ്ടുപോയി തിരിച്ച് ഇവിടെ ഓഫീസിലും എടുക്കണം. അപ്പൊ അത് നമ്മളെങ്ങനെ ചെയ്യാം? നമ്മൾ ഈ വീൽ ചെയറിൽ ഇരിക്കണവൻ അത് പോയി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അവരത് ഭിന്നശേഷിക്കാർക്ക് ജോലി അവര് പറയുന്ന ജോലിയാണ് ഇത്. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് ഭിന്നശേഷിക്കാർക്ക് നമുക്കിപ്പോ നമ്മളെ സംബന്ധിച്ചോളം ഒന്നുമില്ലെങ്കിൽ ഒരു വീൽ ചെയറിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ആവണം. പക്ഷെ അതൊന്നും നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് നമുക്കത് പ്രതീക്ഷയില്ല, അതൊന്നും കിട്ടുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്വയം തൊഴിൽ, അതായത് ഒരാളിനെ ആശ്രയിക്കേണ്ട സ്വന്തമായിട്ട് ചെയ്യാകുമ്പോ നമുക്ക് ഒരു ദിവസം ലീവ് ആണെങ്കിലും ആരോടും നമുക്ക് സമാധാനം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. അങ്ങനെയാണ് മീൻ കച്ചവടം തുടങ്ങിയത്. അവിടുന്ന് പഠിച്ചിറങ്ങി IT കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് വാച്ച് മെക്കാനിക്കിന്റെ മാഷായിട്ട് ഇവിടെ വാണിംകുളത്ത് ഹെലങ്കല്ലാർ പറഞ്ഞ സ്ഥാപനത്തിലേക്ക് ഞാൻ അവിടെ പോയത്. അവിടെ പോയിട്ട് 3 വർഷം പഠിപ്പിച്ചു. അപ്പൊ ഒരു മാസം എനിക്ക് സാലറി വെറും 500 രൂപയാണ്. വളരെ കുറവാണ്. ഒരു മാസം 500. വെറും ഒരു മാസം 500 രൂപയാണ്. അപ്പോൾ എനിക്കത് ഒന്നിനുമില്ല. സത്യം പറഞ്ഞാൽ അത് ബസ് ഫെയർ പോലും ഇല്ല. അന്ന് ഞാൻ വടിയിൽ നടക്കും, ഈ വീൽ ചെയറിലല്ല, വടിയിൽ നടക്കായിരുന്നു. വടിയിൽ 2 കക്ഷത്ത് വടി വെച്ചത് കാലിപ്പർ ഉപയോഗിച്ചത് നമ്മൾ സുഖമായിട്ട് നടക്കും. അന്ന് നല്ലോണം നടന്നേർന്നാണ്. ഇത്രയും തടിയില്ല അന്ന്, ലേശം കൂടി സ്ലിമ്മാണ്. അപ്പോൾ അങ്ങനെ നടന്നു പോയിട്ട് ബസ്സൊക്കെ കയറി പോയിട്ട് ആ വർക്ക് ചെയ്തിരുന്നു. ഇപ്പൊ അങ്ങനെ അത് നടക്കാൻ പറ്റാതായിട്ട് ഇപ്പൊ ഒരു 4 വർഷമായിട്ടുള്ളൂ. ഞാൻ ബാങ്ക് പോയതാണ്. ബാങ്ക് പോയിട്ട് വടി സ്ലിപ്പായിട്ട് പോയി അടിച്ച് മുട്ടല് പൊട്ടിയിട്ട് 8 മാസം ഫുൾ ബെഡ് റെസ്റ്റിലായി. അതോടുകൂടെ പിന്നെ എനിക്ക് നീച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ബലം കിട്ടുന്നില്ല. പിന്നെ മൊത്തം വിറയ്ക്കുക, ശരീരം ഒന്നും കൂടി തടിച്ചു. 8 മാസം ഫുള്ള് റെസ്റ്റ് എടുത്തപ്പോൾ തടി വന്നു. പിന്നെ എനിക്ക് നടക്കാൻ പറ്റാണ്ടായി. അപ്പൊ രാമകൃഷ്ണേട്ടാ, നിങ്ങള് ആദ്യം ഒരു വിവാഹം കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് എന്തായിരുന്നു വ്യവസായ കാരണോ? സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തെറ്റാണ്. അന്ന് ഇതേപോലെ കോയമ്പത്തൂർ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയം ജോലി ടൈലറായിട്ടാണ് ഞാൻ ആദ്യം അവിടെ ഹെൽപ്പറായിട്ടാണ്. അത് ഈ വാണിംകുളത്തെ ജോലിക്ക് ശേഷം ഞാൻ പോണത് കോയമ്പത്തൂർ എക്സ്പോർട്ടിംഗ് കമ്പനിയിലാണ്. നമ്മുടെ മലയാളികളുടെ തന്നെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ടാരൻറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ആ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജോലിക്ക് വന്നൊരു പെൺകുട്ടി എന്നാണ് അന്ന് എനിക്ക് അത്രേ പ്രായം തോന്നിക്കുള്ളൂ. ആ കുട്ടി വന്ന് എന്നെ പരിചയപ്പെട്ടു. അങ്ങനെ ആഴ്ചകൾ മാസങ്ങളുടെ ആ ഗ്യാപ്പ് അവരെന്നെ പരിചയപ്പെട്ടു. ഒരു ദിവസം എന്നോട് ചോദിച്ചു, എന്നെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. ഇതെന്താ പെട്ടെന്ന് നമ്മളോട് ഇങ്ങനെ, നമ്മളങ്ങനെ ഒരു
സ്നേഹമോ പ്രേമോ അങ്ങനെ ഒന്നുമില്ല. പെട്ടെന്ന് ഒരാൾ വന്ന് ചോദിക്കുന്നത് എന്താ വെച്ചപ്പോൾ എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ചേച്ചിയുടെ 2 മക്കളുണ്ട്, അത് കാരണം കൊണ്ട് ഈ കുട്ടികൾ എൻ്റെ കൂടെയാണ്, അത് കാരണം കൊണ്ട് എനിക്ക് വിവാഹങ്ങളൊന്നും നടക്കണില്ല. ആ കുട്ടികളെയും കൂടി നിങ്ങൾ തമിഴ് തമിഴ് അവര് മധുരയാണ് അവരുടെ യഥാർത്ഥത്തിൽ സ്ഥലം. അപ്പൊ അവര് എന്നോട് തമിഴിൽ ചോദിച്ചു. ഞാനതിപ്പോ അപ്പൊ അവര് തമിഴ് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെതായ ഒരു തീരുമാനം പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഇങ്ങനെ ഒരു ഭിന്നശേഷിക്കാരനാണ്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ എന്നെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടുകാരോട് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്ന് ആ കുട്ടിയുടെ ഫോട്ടോയും കൊണ്ടുവന്ന് കാണിച്ച് വിവരങ്ങളൊക്കെ അച്ഛനോടും അമ്മോടും പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു ശരി നമുക്ക് വന്ന് കാണട്ടെ, ഞങ്ങൾ കാണട്ടെ എന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വിഷുവിൻ്റെ തലേ ദിവസം അവരവിടെ വന്ന് പെൺകുട്ടീനെയൊക്കെ കണ്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ പിന്നെ അവരത് കാര്യമാക്കില്ല. ഇപ്പം എന്തായാലും ഇപ്പം നമുക്ക് മക്കളുണ്ടായാലും നമ്മൾ നോക്കേണ്ടതല്ലേ, അങ്ങനെ ഒരു വിചാരിച്ചു. പിന്നെ ചെറിയ കുട്ടികൾ 2ലും 3ലും പഠിക്കണം. മൂത്ത കുട്ടി 3ല്, രണ്ടാമത്തെ കുട്ടി 2ൽ പഠിക്കണം. അങ്ങനത്തെ ഒരു പ്രായമുള്ള മക്കൾ. അങ്ങനെ അവർ കുഴപ്പമില്ല പറഞ്ഞിട്ട് അങ്ങനെ കല്യാണം നിശ്ചയിച്ചു. മെയ് 1-ാം തീയതി കല്യാണം കഴിച്ചു. മെയ് 1-ാം തീയതി കല്യാണം കഴിഞ്ഞ് അങ്ങനെ സന്തോഷമായിട്ടുള്ള ജീവിതം തന്നെയാണ്. കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ പോയി. പക്ഷേ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കും തോറും നമ്മളോടുള്ള ആ ഒരു അടുപ്പം, ആ സ്നേഹത്തിൽ നമുക്കൊരു എന്തൊരു വിള്ളൽ വന്ന മാതിരി നമുക്കൊരു ഫീല് ആയിട്ട് നമ്മളോട് ഒരു കാര്യം തുറന്ന് പറയണില്ല, എന്താണെന്ന് അറിയില്ല. നമുക്ക് പിന്നെ കുട്ടികൾ ഉണ്ടാവണില്ല, എന്നാൽ ശാരീരിക ബന്ധത്തിനോ മറ്റുള്ള ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടപ്പോഴാണ് ഡോക്ടർ എന്നോട് പറയണേ കുടുംബാസൂത്രണം ചെയ്ത സ്ത്രീയാണ്, ഇവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അതായത് ഗർഭം നിർത്തിയത്. കുടുംബാസൂത്രം പറഞ്ഞ നിർത്തിയതാണ്. അപ്പോഴാണ് സത്യം ഞാനിത് എന്താണ് സംഭവം, എന്താ ഇത് ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴാണ് അവര് ആദ്യം പറയാൻ മടിച്ചു, അങ്ങനെയൊന്നുമില്ല അങ്ങനെയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നിർബന്ധം പിടിച്ചപ്പോൾ അവർ സത്യം പറഞ്ഞു, ഇങ്ങനെ ഓൾറെഡി വിവാഹം കഴിഞ്ഞതായിരുന്നു, ഭർത്താവ് സൂസൈഡ് ചെയ്തു, ഈ 2 മക്കള് എൻ്റെ മക്കളാണ്. അന്നാണ് സത്യങ്ങൾ ഞാൻ അറിയണത്. അതുവരെ ഏട്ടത്തിന്റെ മക്കളാണ്. അവർ കല്യാണത്തിന് പോയതാണ്. കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയിൽ കാർ ആക്സിഡന്റിൽ 2 പേരും മരണപ്പെട്ടു. ഈ കുട്ടികൾ ഇവിടെ അടുത്താണ്, നോക്കേൽപ്പിച്ചാണ് എന്നാണ് പറഞ്ഞത്, എന്നോട് പറഞ്ഞത്. അത് തന്നെയാണ് എൻ്റെ വീട്ടിലും അറിയുള്ളൂ. പക്ഷെ ഞാനിതെങ്ങനെ എൻ്റെ വീട്ടിൽ ചെന്ന് പറയാ? അപ്പോൾ വീണ്ടും ഈ ബന്ധം ഒന്നുകിൽ അവർ വേർപ്പെടുത്തും, അല്ലെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആയി മാറാം. കാരണം അച്ഛൻ ഈ നാട്ടിലെ ഏറ്റവും പേര് കേട്ട ഒരാളാണ്. അപ്പം നമ്മൾ അച്ഛനെയും കൂടിയും വിഷമിപ്പിക്കുന്ന ഒരു ഇതാവില്ല, നമുക്കിങ്ങനെ ഒരു ചതി പറ്റി എന്ന് പറയുമ്പോൾ അച്ഛനും വിഷമാവില്ല എന്ന് കരുതിയിട്ടാണ് നമ്മളത് ശരി വീട്ടുകാരെ അറിയിക്കാണ്ട് നമ്മൾ ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി നമ്മൾ സഹിച്ചു. ആരോടും പറഞ്ഞിട്ട് പുറത്ത് ആരോടും പറഞ്ഞില്ല. നമ്മുടെ മക്കളെ പോലെ തന്നെ ആ 2 മക്കളെയും വളർത്തി വലുതാക്കി. ഒരാളെന്നെ ഡിഗ്രി, ഒരാൾ BA, ഒരാൾ BCom വരെ ഞാൻ പഠിപ്പിച്ചു. 2 പെൺകുട്ടികൾ. ഒരാളെന്നെ കോയമ്പത്തൂർ ഒരു ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചു രണ്ടാമത്തെ പെൺകുട്ടീനെ. മൂത്ത പെൺകുട്ടീനെ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അവൾക്ക് ജോലി ശരിയാക്കി. അപ്പോൾ അവളുടെ ആ പഠിപ്പ് കഴിഞ്ഞോടുകൂടിയാണ് ഞാൻ ചില സത്യങ്ങൾ അറിയണത്. കാരണം ഈ പെൺകുട്ടി വേറെ ഈ 2 പെൺകുട്ടികളും ഒരു വീട്ടിലത്തെ 2 പയ്യന്മാരായിട്ട് അഫെയറിലാണെന്ന് ഞാൻ അറിയണം. അപ്പോൾ ഞാൻ ആ പയ്യന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോൾ മോശമായ അന്തരീക്ഷമാണ്. കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, ഇങ്ങനെയുള്ള മയക്കുമരുന്നുകളും അതുമാതിരി പെൺവിഷയത്തിലൊക്കെ ഭയങ്കര പ്രശ്നമുള്ള പയ്യന്മാരാണ്, പോലീസ് നോട്ടപ്പുള്ളികളാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈ 2 എൻ്റെ മക്കളെ പോലെ വളർത്തിയ 2 മക്കളെ ഞാൻ എങ്ങനെ അവർക്ക് കൊടുക്കുക? നാളെ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന 2 പെൺകുട്ടികളുടെ ഫുള്ള് ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. ഇനി ഇവരെ വിവാഹം കഴിക്കാണ്ട് ഇങ്ങനൊരു സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് 2 മക്കൾക്ക് ശേഷം ഈ കുട്ടികളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ബാധ്യതയാവില്ലേ? അപ്പം ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അവരെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നു. എൻ്റെ നാട്ടിൽ അവർ എൻ്റെ മക്കളായിട്ട് തന്നെ ജീവിക്കട്ടെ, അവർക്ക് വിവാഹം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് നാട്ടിലേക്ക് കൂട്ടി വന്ന്. ഹോസ്റ്റലിലുള്ള കുട്ടി അവിടെ തന്നെ പഠിക്കുന്നു. ഇവിടെ നാട്ടില് ഞാൻ ഇവിടെ വരുമ്പോ കല്യാണത്തിന് ശേഷം നിങ്ങൾ കുറച്ചു കാലം 18 വർഷത്തോളം ഞാൻ കോയമ്പത്തൂരുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 18 വർഷം കോയമ്പത്തൂർ തന്നെയാണ്. അവിടെ നിന്നാണ് മക്കളൊക്കെ പഠിപ്പിച്ചത്. അതിനുശേഷം ഈ ഒരു അഫയർ അറിഞ്ഞതിന് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പോ അതില് എനിക്കൊരു ഇവിടെ എന്റെ നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ എനിക്കൊരു മോനുണ്ടായി. അവന് 5 വയസ്സുണ്ടാകുമ്പോഴാണ് ഞാൻ എന്റെ നാട്ടിലേക്ക് വരുന്നത്. അത് പിന്നെ ഗർഭം നിർത്തിയിട്ട് വീണ്ടും
റീ ഓപ്പറേഷൻ ചെയ്തു. കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി മധുര ഗാന്ധിഗ്രാമം പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി റീ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് കുറച്ചു കാലം മരുന്നും ഇതൊക്കെ കഴിച്ചിട്ടതിന് ശേഷമാണ് അവള് ഗർഭം ധരിക്കണത്. എനിക്കൊരു മോൻ ഉണ്ടാവണത്. പക്ഷെ അത് ഇപ്പൊ അവർ പറയണത് അത് എന്റെ മോനല്ല, അവർക്ക് വേറെ ആളിലുണ്ടായതാണ്, എന്നിലുണ്ടായ മകനല്ല എന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷെ ഞാനത് തെളിയിക്കാൻ തയ്യാറല്ല. കാരണം തെളിയിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടില്ല. കാരണം ആ കുട്ടി പറയണ നമ്മുടെ കൂടെ നിൽക്കാൻ താല്പര്യം പറഞ്ഞാൽ പിന്നെ ഞാൻ ബുദ്ധിമുട്ടുന്നത് വേസ്റ്റാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അത് തെളിയിക്കാൻ നിന്നില്ല. അപ്പോൾ അങ്ങനെ ആ പെൺകുട്ടീനെ ഞാൻ ഇവിടെ മൂത്ത പെൺകുട്ടിക്ക് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഗസ്റ്റ് ഹൗസിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി വാങ്ങിക്കൊടുത്തു. അങ്ങനെ നല്ല രീതിയിൽ പോവാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഞാൻ മീൻ കച്ചവടം തുടങ്ങി, സ്വന്തമായിട്ട് മീൻ കച്ചവടം തുടങ്ങി. പിന്നെ ഒരു ചെറിയൊരു പലചരക്ക് കട ഇട്ടു. അപ്പോൾ പലചരക്ക് കട രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10 മണി വരെ, അതായത് ഈ കുട്ടി സ്കൂളിൽ പോകുന്നത് വരെ തുറന്നിരിക്കാം. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അത് നോക്കാനുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വീടിനോട് ചേർത്ത് തന്നെയാണ് കട ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കച്ചവടം കിട്ടണം. 10,000-2,000 രൂപ കച്ചവടം ഡെയിലി നടക്കണ ഒരു സൈഡാണ്. അപ്പോൾ ഇവർ നേരത്തെ തുറക്കൂല, കച്ചവടം നോക്കൂല, ഒന്നുമില്ല. പിന്നെ നമുക്ക് 10 രൂപ ഉണ്ടാവും. ഞാൻ ഈ മീൻ കച്ചവടത്തിന് പോയിട്ട് തന്നെ വേണം ഞാൻ കച്ചവടം ചെയ്യാൻ. അങ്ങനെ കച്ചവടമൊക്കെ ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മൂത്ത പെൺകുട്ടി ഈ ഗസ്റ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന അവിടെ ഒരു പയ്യനായിട്ട് വീണ്ടും അടുപ്പത്തിലായി. നാട്ടില് അവിടുന്ന് അഫയർ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് വേറെ അഫയർ. അപ്പൊ ഞാൻ ഇവർക്ക് കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ഇവർക്ക് പല നല്ല നല്ല ബന്ധങ്ങള്, നല്ല നല്ല സുന്ദരം പയ്യന്മാര് അങ്ങനെയൊക്കെ വന്നിട്ട് ഇവർക്ക് നോക്കുമ്പോൾ ഇവർക്ക് അതൊന്നും പറ്റില്ല. ഇവർക്ക് സ്നേഹിച്ച് തന്നെ വിവാഹം കഴിക്കണം, അങ്ങനെയുള്ളൊരു ഇതിലാണ്. സ്നേഹിച്ച് വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ ഒരിക്കലും തടസ്സമല്ല. പക്ഷെ നമ്മൾ ഭിന്നശേഷിക്കാരനാണ് ഞാൻ. പക്ഷെ അതിൽ ഇതേപോലെ വല്ല അഫയറുമായിട്ട് പോയി വേറെ എന്തെങ്കിലും കുണ്ടവണ്ടി ആയി കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ. അപ്പോൾ നമ്മളത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളത് വേണ്ട എന്ന് പറയണത്. അല്ലാണ്ട് നമ്മൾ സ്നേഹ വിവാഹത്തിനോട് ഒരിക്കലും എതിരല്ല. പക്ഷെ അത് നമ്മൾ ഇങ്ങനെ ഒരാളാവുക കാരണം കൊണ്ട് ഇങ്ങനെ വല്ല അബദ്ധത്തിലും എന്ന് പേടിച്ചിട്ടാണ് നമ്മളത് വേണ്ട പറഞ്ഞത്. അതിനുശേഷം ഈ പെൺകുട്ടിക്ക് എന്നോട് ഭയങ്കര വൈരാഗ്യമാണ്. കാരണം 2 ബന്ധങ്ങളും ഞാൻ സമ്മതിച്ചില്ല എന്ന്. ഭാര്യ ഈ പിള്ളേർക്ക് സപ്പോർട്ടാണ്, അല്ലാണ്ട് നമ്മള് പറയണോടത്ത് അവർ കേൾക്കില്ല. ഇതിങ്ങനെ ആയിന്ന് കണ്ടോടുകൂടെ എനിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണമില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ അവർക്ക് സമ്മതമല്ല. പുറത്തുനിന്ന് ഞാൻ ഭക്ഷണം വാങ്ങി കഴിക്കുന്ന ഒരു വ്യക്തിയില്ല. കാരണം ഞാൻ ഈ മീനും ഒക്കെ ആയി കൈയൊക്കെ സ്മെല്ലായിട്ട് നിൽക്കുമ്പോൾ നമ്മളെങ്ങനെ അത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക? ഒരു കാലിച്ചായ അല്ലെങ്കിൽ ഒരു വടയോ എന്താണെങ്കിലുമാണ് നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോറ് പോലും ആയിട്ടുണ്ടാവില്ല. അപ്പം അതിന് ചെറിയൊരു വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇത്രേ പറഞ്ഞുള്ളൂ, ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് വെച്ച് തരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്തിനായിട്ട് ജീവിച്ചു പോയി ചത്തൂടെ? ഞാൻ ചോദിച്ചതാണ്. എൻ്റെ 1000 കണ്ണുള്ള മാരിമണി സത്യം ഞാൻ ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യത്തിന് എൻ്റെ ഭാര്യയുടെ മൂത്ത മോൾ ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി വന്നിട്ട് എൻ്റെ ഒരു പാത്രം എടുത്ത് എൻ്റെ മണ്ടയ്ക്ക് ഒരു കുത്താണ്, ഇവിടെ നെറുമണ്ടയിൽ. എനിക്ക് ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ആ പെൺകുട്ടി എൻ്റെ മേൽ കൈ വെക്കുന്നത്. പക്ഷെ എൻ്റെ ഭാര്യ ഒരു ചോദ്യം പോലും അവളോട് ചോദിച്ചില്ല. എന്തിനാ നീ ഇങ്ങനെ ചെയ്യണേ? അല്ലെങ്കിൽ അത് നിനക്ക് അന്നം തരുന്ന കൈയാണ്, നീ ചെയ്യരുത് എന്ന് ഒരു വാക്ക് പോലും അവൾ പറഞ്ഞില്ല. അപ്പം എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. എൻ്റെ മകളെ പോലെ ഞാൻ നോക്കി വളർത്തിയത് അവളെ. 2 മക്കളെ ഞാൻ പൊന്നു പോലെ നോക്കിയതാ. എനിക്ക് മക്കളെന്ന് പറഞ്ഞ ജീവനാ. ഇപ്പോഴും അതെ, ഏത് മക്കളെ കണ്ടാലും ഞാൻ അവരെ കൊഞ്ചിക്കാണ്ട് വിടില്ല. എനിക്ക് അത്ര ഇഷ്ടമാണ് മക്കളെ. പക്ഷെ ആ 24 വയസ്സായിട്ട് ഊട്ടി വളർത്തിയതാണ് ഞാൻ ആ മക്കളെ. പക്ഷെ അവരെന്നെ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നിട്ട് ഞാൻ കച്ചവടത്തിന് പോയ സമയത്ത് അവരിവിടുന്ന് അവരുടെ ലഗേജൊക്കെ എടുത്ത് അവർ പാക്ക് ചെയ്തിട്ട് അവർ പോയി. ഞാൻ കച്ചവടം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇവിടെ ആരുമില്ല. അതിൻ്റെ 3-ാം മാസമാണ് അച്ഛൻ മരിക്കണത്. അച്ഛൻ ക്യാൻസറായിരുന്നു. അച്ഛൻ പെട്ടെന്നായിരുന്നു. ചെയ്തതിന് അനുഭവിക്കാണ്ട് ഓല് ലോകത്ത് നിന്ന് പോവില്ല. തീർച്ചയായിട്ടും ഇത്രയും സ്നേഹമുള്ള നിങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് പറ്റിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളടുത്ത് വരും മാപ്പ് പറഞ്ഞിട്ട്. നോക്കിക്കോ, വിഷമിക്കണ്ട. നമ്മൾ പിന്നെ എന്താ പറയുക, എനിക്കൊന്ന്
പറയാൻ തന്നെ ആവില്ല. ഞാൻ പറഞ്ഞിട്ട് ആ മക്കൾ, എൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ പറയും, ആ മക്കളെന്നെ നീ ഇങ്ങനെ അമിതമായി സ്നേഹിക്കല്ലേ, എന്നായാലും അവർ നിന്നെ വിട്ടു പോവും, അവർ നിന്നെ ദ്രോഹിക്കും. പക്ഷെ എൻ്റെ അച്ഛനോ അമ്മയോ പറയണതല്ല ഞാൻ കേട്ടത്. അത് അവർക്ക് തിരിച്ച് മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ ലാസ്റ്റ് അച്ഛനും അമ്മയും പറഞ്ഞ അത് അവിടെ എത്തിച്ചു അവര്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, സ്നേഹമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. സ്നേഹിക്കുന്നിടത്ത് എന്തിനും നമുക്ക് ഇതുണ്ടാവും എന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരുടെ അത്രയും ഞാൻ ഇഷ്ടപ്പെട്ടത്, സ്നേഹിച്ചു. എൻ്റെ മകളല്ലാന്ന് ഇന്ന് വരെ ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മക്കളാണ് പറഞ്ഞിട്ട് ഞാൻ പൊന്നുപോലെ നോക്കി ഉണ്ടാക്കി വളർത്തിയ മക്കളാണ്. ആരാ മക്കളായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് 2 പെൺകുട്ടികളെ വളർത്തിണ്ടാക്കിയത്. BA BCom വരെ പഠിപ്പിക്കണമെങ്കിൽ എത്രമാത്രം ചിലവുണ്ടാവും എല്ലാ മാതാപിതാക്കൾക്കും അറിയാം, എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന്. രാവിലെ 7 മണിക്ക് അവിടെ കമ്പനിയിലാകുമ്പോൾ രാവിലെ 7 മണിക്ക് കമ്പനിയിൽ പോയാൽ രാത്രി 12 മണി വരെയാണ് എനിക്ക് ഡ്യൂട്ടി. 4 മെഷീൻ ഒരേ സമയത്ത് പ്രവർത്തിപ്പിക്കണം. അങ്ങനെയാണ് പീസ് റേറ്റിനാണ് ഞാൻ അവിടെ പോയിട്ട് സമ്പാദിച്ചത്. ഒരു ദിവസം 4000 രൂപ 3000 രൂപ കുറയാണ്ട് സമ്പാദിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ നട്ടലിൻ്റെ ഉള്ളിൽ നീർ കെട്ടിയിട്ട് വേദന സഹിക്കാൻ വയ്യാണ്ടാണ് ഞാൻ നാട്ടിലേക്ക്, ഈ വീട്ടിൽ വന്നാൽ വീട്ടിൽ ഈ പ്രഷർ, ഈ പെൺകുട്ടികളുടെ ഈ പ്രശ്നം, പിന്നെ എൻ്റെ ശരീരം കൊണ്ടും വയ്യ. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് നാട്ടിലേക്ക് പോരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഒരു നാട്ടുവൈദ്യം ചെയ്തിട്ട് എനിക്ക് അസുഖമൊക്കെ മാറി, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. എത്ര വർഷമായി അത് ഒഴിവായിട്ട്? ഇപ്പോൾ 8-9 വർഷമായി. 9 വർഷമായി. അവർ ഇതുവരെ ഒരു കണക്ഷനുമില്ല. ഞങ്ങൾ കോടതിയിൽ പോയി വക്കീലിനെ കണ്ടു. അച്ഛൻ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വക്കീലിനെ കണ്ടു. അപ്പോൾ അതിൻ്റെ മുന്നേ അച്ഛന് തീരെ സുഖമില്ലാണ്ടായപ്പോൾ ഞാൻ അവരെ വിളിച്ചു. അന്ന് നമ്പർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല, ഞാൻ നുണ പറയുകയാണ്, അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ അന്ന് വന്നില്ല. പിന്നെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ മരണപ്പെട്ടു, വരാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ടൂറിലാണ്, വേളാങ്കണ്ണി ടൂറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനത് അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ വിളിക്കാനൊന്നും പോയില്ല. 1 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ കേസായിട്ട് എൻ്റെ വക്കീലിനോട് സംസാരിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു അവരുടെ നമ്പറിൽ വിളിച്ച് സംസാരിക്കാം, അല്ലാണ്ട് ഇത് നമുക്ക് കോർട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം നമ്മൾ കല്യാണം രജിസ്റ്റർ ചെയ്തില്ല. അമ്പലത്തിലാണ് വെച്ച് താലി കെട്ടിയതെങ്കിലും കൂട്ടിയിട്ട്, അന്ന് ചെറിയൊരു അമ്പലമാണ് ഞങ്ങളുടെ അവിടെ. അന്ന് അമ്പലത്തിന് രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അന്ന്, അതുകൊണ്ട് അവിടെ ഒന്നും ഒപ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ കുട്ടിയുടെ അവകാശം നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുട്ടി എൻ്റെ അല്ല, അവൾക്ക് വേറെ ആളിൽ ഉണ്ടായതാണ് എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ നമ്മൾ DNA ടെസ്റ്റൊക്കെ നടത്തി നമ്മൾ തെളിയിക്കുകയാണെങ്കിലും കുട്ടി പറയുകയാണ് എനിക്ക് അമ്മയുടെ കൂടെയാണ് നിൽക്കാൻ ഇഷ്ടം പറഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമവും പിന്നെ കൂടുതൽ നമുക്ക് ടെൻഷനാവും. അപ്പോൾ എന്നോടൊന്ന് വക്കീൽ എന്താ പറഞ്ഞാൽ നീ അതിനൊന്നും വിഷമിക്കണ്ട, നീ അത് വിട്, അവരൊരു താല്പര്യപ്രകാരം പോയതല്ലേ, ഇനി നീ അത് വിട്, നീ ഏതായാലും അതിന് രേഖകളൊന്നും ഇല്ലല്ലോ, അത് ഇവരിപ്പോൾ ഒരു ആൽബം ഉണ്ടായത് കൊണ്ടൊന്നും നമുക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഫോട്ടോ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കുക. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല, നീ വേറൊരു വിവാഹം കഴിക്കാൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞത്. 6 വർഷത്തോളമായി വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ നമുക്കൊന്നും ഇതേവരെ സെറ്റായിട്ടില്ല. നിങ്ങൾക്ക് 47 വയസ്സല്ലേ ആയത്, നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം? 30 മുതൽ 42 വയസ്സ് വരെ ഉള്ളത്, ഒരു 5 വയസ്സ് വ്യത്യാസത്തിലുള്ള നോക്കാം. പിന്നെ ഇപ്പൊ ഡിവോഴ്സ് ആയതോ നമുക്ക് കല്യാണം എന്തായാലും രജിസ്റ്റർ ചെയ്യാൻ പറ്റണം, അങ്ങനെയുള്ള ഒരു ബന്ധമാവണം. ഇനിയിപ്പോ ചെറിയ കുട്ടികളുള്ളതാണെങ്കിലും, ഇപ്പൊ ഭർത്താവ് മരിച്ച കുട്ടികളുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അതിലിപ്പോ ചെറിയ കുട്ടികളുള്ളതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ മക്കളെ പോലെ ആവരുത്, നമ്മളെ വിട്ടു പോകുന്ന രീതിയിലാവരുത്. ഇനി നമുക്ക് മക്കൾ ഉണ്ടാവും നമുക്ക് ഉറപ്പുന്നില്ല, ഇത്രയും പ്രായമായി, പിന്നെ നമ്മൾ ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, ഇപ്പൊ എന്തിനാ പോകും, നമുക്ക് ആരും ഒന്നും മറച്ചു വെക്കേണ്ടാവില്ലേ, സത്യം തന്നെ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഇനി മക്കൾ ഉണ്ടാവുന്ന ഉറപ്പൊന്നുമില്ല, ഉണ്ടായിക്കൂടായികയില്ല, നമ്മൾ അതൊന്നും ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ എല്ലാ കാര്യം തുറന്നു പറയുന്നത് മാത്രം. അപ്പോൾ ഇപ്പൊ നമ്മുടെ കൂടെ വരുന്ന ആള് നമ്മൾ തന്നെ സ്നേഹിക്കുക, നമ്മുടെ കാര്യങ്ങൾ നോക്കുക, അത്രേ ഉള്ളൂ. ഒരു പുറത്തുനിന്ന് പോയിട്ട് അധ്വാനിച്ച് കൊണ്ടുവരിക ഒന്നും ഒരു ആവശ്യമില്ല. എൻ്റെതായ ഇതന്നെ മതി, നമുക്ക് ഇവിടെ തലമുറകൾ ജീവിക്കാനുള്ള ഇത് നമ്മളെ കൊണ്ട് ദൈവം ഒന്ന് ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ എൻ്റെതായ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. ഇപ്പോൾ തുണി കഴുകുകയാണെങ്കിലും ഭക്ഷണം വെക്കുകയാണെങ്കിലും എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ വീട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. പിന്നെ നമുക്ക് ഒരു കൂട്ട്
അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. വീടിന്റെ ഉള്ളിൽ നിങ്ങൾ അങ്ങനെ നടക്കാം? കൈകുത്തിരില്ല, നമ്മൾ വീൽ ചെയറിൽ തന്നെയാണ് ഇപ്പൊ. അതായത് ബാത്റൂമിലൊക്കെ ഞാൻ വീൽ ചെയറിൽ തന്നെ പോവാ. കൈകുത്തി കയറും, നിലത്ത് കൈകുത്തിട്ട് യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് കയറിയിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ സാധിക്കും. കുളിക്കലൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യും. ഒരു കാര്യത്തിനും നമുക്ക് ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ അമ്മ ഉണ്ട്, അമ്മ ഇപ്പൊ ഭക്ഷണമാണെങ്കിലും അമ്മ വെച്ച് തരും. പക്ഷെ നമ്മൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യും, എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തുടർന്ന് നമുക്കിപ്പോൾ എത്ര കാലം നമ്മൾക്ക് ഈ ആരോഗ്യം നിലനിൽക്കുന്നു നമ്മൾ പറയാൻ ആളല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാണ്ട് പറ്റില്ല. പക്ഷേ നമുക്ക് വരുന്ന ആള് നമ്മളതിനെ ഫുള്ളായി മനസ്സിലാക്കി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സ്നേഹിക്കാനും പറ്റുന്ന ആളാവണം. നമ്മളതിനെ വിട്ടു പോകുന്ന ആളാവരുത്. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങള് 3 ആളാണ്, 2 ചേച്ചി, ഞാൻ ഒരാണ്. അവര് രണ്ടുപേരും എവിടെയാണ്? അവര് അടുത്തടുത്തേക്ക് തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോ പല സ്ഥലത്തുനിന്നും ആളുകൾ നിങ്ങളെ വിളിക്കൂ. ഇപ്പൊ നിങ്ങൾക്ക് ദൂരം പ്രശ്നം ഉണ്ടോ? ഇല്ല, ദൂരം പ്രശ്നമൊന്നുമില്ല. നമുക്ക് ദൂരം പ്രശ്നമൊന്നുമില്ല. അവർക്ക് ദൂരം ഒരു പ്രശ്നമാവരുത്. അവര് പറയും, പലരും എന്നോട് പറയാറുണ്ട്, അയ്യോ ഒരുപാട് ദൂരായി, അങ്ങനെ ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മള് ഇത്തിരി കൂടി അടുത്താണെന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു, അങ്ങനെ പറയണ്ട. പിന്നെ ഇപ്പൊ ചെറിയ തോതിലുള്ള ഭിന്നശേഷിക്കാരാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഒരു കണ്ണിനോ അല്ലെങ്കിൽ ഒരു കൈക്കോ അല്ലെങ്കിൽ ഒരു ചെവി കേൾക്കാണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ കാലിന് ചെറിയൊരു വൈകല്യോ അങ്ങനെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നോക്കാനുള്ള ഒരു ആരോഗ്യമുള്ള ഒരാളായിരിക്കണം. ആവണം. അമ്മ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാ? കൊണ്ടുപോണേ ഉള്ളൂ അല്ലേ? ഞാൻ പോയിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചില്ലേ? പറയുന്ന മോന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്മ കേട്ട് നിൽക്കുന്നതല്ലേ? ഒരുപാട് പണികളുണ്ടാവില്ലേ ഇവിടെ? പണിക്കാരൊക്കെ പറമ്പിലൊക്കെ പണിക്കാരുണ്ടായിരുന്നല്ലേ ഇന്ന്? അവർക്കൊക്കെ ഭക്ഷണമൊക്കെ അമ്മ തന്നെ വെക്കല? 10 മണിക്കും 4 മണിക്കും ഉള്ളു. അമ്മ തന്നെ. ഇന്നലെ വിറക് വെട്ടുന്ന ആളുണ്ടായിരുന്നു, അപ്പൊ അവർക്ക് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. വേറെ ആരും ജോലിക്കൊന്നും ഇല്ലല്ലോ ഇവിടെ? വേറെ വീട്ടുപണിക്കൊന്നും ആരുമില്ല, അതൊക്കെ ഞാൻ തന്നെ ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. അതെ. അങ്ങനെ വല്ല വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ തീരെ വയ്യെങ്കിൽ മാത്രമേ ആരെങ്കിലും വിളിക്കുള്ളൂ. അതെ അതെ, ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്യും. അതെ, ചെയ്യുമ്പോഴാണ് നമുക്ക്, ചെയ്യാതിരുന്നാ നമുക്ക് തീരെ ആവൂല എന്നാണ്. ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അങ്ങനെ അങ്ങ് പോവും അല്ലേ? അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ അമ്മയ്ക്കും ഈ മകനും പറ്റിയ, ഇവരെ മനസ്സിലാക്കുന്ന നല്ലൊരാൾ വേണം. 18 വർഷം കൂടെ നിന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇനി നല്ലൊരാൾ തന്നെ വരട്ടെ. രാമകൃഷ്ണേട്ടാ, എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ കിട്ടിയാൽ എനിക്ക് എൻ്റെ ജീവിതം ഇനിയും മുന്നോട്ട് പോകും എന്നാണ്. ഇപ്പം എൻ്റെ ബിസിനസ്സിൽ ആണെങ്കിലും പോലും എനിക്കൊരാളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ആ സപ്പോർട്ടില്ലാത്ത കാരണം പല ബിസിനസ്സുകളും ഫ്ലോപ്പായി. ഞാൻ നാടൻ കോഴിയെ വളർത്തിയിരുന്നു, ഞാൻ പറഞ്ഞില്ല എന്നോട്. 10-200 കോഴിയെ വാങ്ങി വളർത്തിയതാണ്. അതൊക്കെ നായ പിടിച്ച് ഒക്കെ നശിച്ചു പോയി. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് പോലും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ തൊഴിലുകളൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്നതാണ്. അതൊക്കെ ഫ്ലോപ്പ് ആവാൻ നമുക്കൊരാൾ സപ്പോർട്ടില്ല, നമ്മുടെ കൂടെ ഒരാളില്ല. ഇപ്പൊ ഞാൻ പുറത്ത് പോയിട്ട് ബിസിനസ് ചെയ്തിട്ട് വരുമ്പോഴാണെങ്കിലും നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റിയ ഒരാളാണ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാൻ പറ്റിയെന്ന സാഹചര്യത്തിൽ എത്തിയിരുന്നു. അതെ, തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മളെ അങ്ങനെ ആരെങ്കിലും ആരും ഇല്ലാണ്ടൊന്നും ആയിപ്പോവില്ലല്ലോ. ഇങ്ങനെ ഒരാളല്ലേ, വേറൊരു ബുദ്ധിമുട്ടും, ഇത്രയും സ്നേഹനിധിയായിട്ടുള്ള ഒരാളാണ് മൂപ്പരുടെ ജീവിതം തന്നെ മതി. ഇപ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്നുള്ള ഒരൊറ്റ കാരണമാണ് അത്. നിങ്ങളൊന്ന് ക്ഷമിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സ്നേഹനിധിയായ ഒരു ഭർത്താവിനെ കിട്ടും. ഇത്രയും പെട്ടെന്നൊക്കെ ശരിയാവട്ടെ. അമ്മേ, അല്ല ഹാപ്പി ആയിരിക്കട്ടാ. പെട്ടെന്ന് തന്നെ ഒക്കെ റെഡി ആവട്ടെ. പശുവിന്റെ പേരെന്താ? നന്ദിനി എന്നൊന്നും ഇല്ല, അമ്മൂന്നൊക്കെ. ഞങ്ങള് രണ്ടാമത് വാങ്ങിയപ്പോ പിന്നെ പേരൊന്നും വെച്ചില്ല. ചെന്നൈയില് ഞങ്ങള് വിറ്റു കഴിഞ്ഞു, രണ്ടാമത് മാറ്റി വാങ്ങിയതാ. അത് ശരി, അത് ശരി. എന്നാ ആയിക്കോട്ടെ രാമകൃഷ്ണേട്ടാ. ഓക്കെ, സന്തോഷം. ഓ ശരി. അപ്പോൾ ഫ്രണ്ട്സ്, രാമകൃഷ്ണേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഭയങ്കര മൂപ്പര ജീവിതം ആണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചത്. ഇത്രയും ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞ ഒരു വ്യക്തി, അത്രയും ഓപ്പണാണ് മൂപ്പരുടെ എല്ലാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്രയും തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മൂപ്പരെ അതൊക്കെ പറയാൻ കാണിച്ച ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരാൾ മുമ്പോട്ട് വരണം എന്നുള്ളതാണ്. നമുക്കൊന്നും മറച്ചു വെക്കാനൊന്നും ഇല്ല. നമ്മളൊരു തുറന്ന പുസ്തകമാണ്. നമ്മളെ മനസ്സിലാക്കുന്ന സ്നേഹനിധിയായ ഒരാൾ വേണം. 18 വർഷം
കൂടെ ജീവിച്ച ആളുടെ കഥയാണ് പറഞ്ഞേട്ടോ. കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അതായത് മൂന്നാം ക്ലാസ് പഠിക്കുമ്പം തൊട്ട് ഇത്ര വരെ പഠിപ്പിച്ച ഒരു വ്യക്തിനെ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത് മനസ്സിലാക്കണം. ആ കുട്ടികൾക്ക് എന്തായാലും അവർക്ക് ആ ബുദ്ധി തോന്നില്ലെങ്കിലും ആ ഭാര്യയ്ക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. പക്ഷെ അതുമില്ല. കർമ്മ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതെല്ലാവർക്കും തിരിച്ച് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമുക്ക് തിരിച്ച് കിട്ടുക. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, മോശം ചെയ്താൽ മോശം കിട്ടും. ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുത് കേട്ടോ. അപ്പോൾ മൂപ്പരുടെ ആ മനസ്സിൻ്റെ വലുപ്പമൊന്നും ആർക്കും ഉണ്ടാവില്ല. അത്രയും അവസാനം ഒരു മോൻ പോലും നമ്മളതല്ല എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ അപമാനമൊന്നും ഉണ്ടാവില്ല. അത്രയും മൂപ്പര് പല ഫീലിങ്ങിലൂടെയാണ് കടന്നു പോയത്. മൂപ്പരെ മനസ്സിലാക്കുന്ന നല്ലൊരാൾ നമ്മൾ വിചാരിച്ചാൽ എന്താ കണ്ടെത്താൻ പറ്റൂലേ? ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവർ രണ്ടാളും തന്നെയാണ് ഇവിടെ. സാമ്പത്തികമായിട്ട് അങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചാൽ അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞു പോകാനുള്ളതൊക്കെ ഇവർ തന്നെ രാമകൃഷ്ണേട്ടൻ അധ്വാനിക്കുന്നുണ്ട്. ഇവിടെ എല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂപ്പര് എന്നെ പറഞ്ഞല്ലോ. അപ്പോൾ നല്ലൊരാൾ, മനസ്സിലാക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും മുമ്പോട്ട് വരണം. നിങ്ങളിത് എല്ലായിടത്തിലും ഷെയർ ചെയ്യണം. കേരളത്തിൽ എവിടെയാണ്, എല്ലാ മലയാളികൾ എവിടെ ഉള്ളതായാലും ശരി, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ നിന്നാൽ അത് നമുക്ക് നടത്താൻ പറ്റൂല. നമ്മൾ ഒരുപാട് പേരുടെ കല്യാണം ഇതിൽ നടത്തിക്കി. അതേപോലെ തന്നെ നമുക്ക് രാമകൃഷ്ണേട്ടൻ്റെ കല്യാണം നടത്തണം. ആ ഒരു മൂപ്പരുടെ ആ ഒരു വിഷമം ഒരുപാട് വർഷമായിട്ട്, ഇപ്പോൾ 8-9 വർഷമായി ആ ഡിവേഴ്സ് ആയിട്ട്. അതിനുശേഷം ഒരുപാട് അന്വേഷിച്ച് കിട്ടുന്നില്ല. നിങ്ങൾ പല കാര്യങ്ങൾ, സർക്കാർ ജോലി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പോകുന്നില്ലേ? അതിന് പകരം ഒരു ആത്മാർത്ഥ സ്നേഹം എന്നുള്ള ഒരു കാര്യം, അത് കിട്ടുന്ന ഒരാളെയല്ലേ ശരിക്കും നമ്മൾ കല്യാണം കഴിക്കണ്ടേ? അപ്പോൾ നമ്മുടെ ജീവിതം എത്ര മനോഹരമായിരിക്കും. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് വരിക. ആരും ഒരു തമാശ രൂപേണ ഒന്നും ഇതിൽ വിളിക്കരുത്. മാത്രമല്ല ഈ ലീഗലി ഡിവേഴ്സ് ആവാത്ത ആൾക്കാർ വെറുതെ പിന്നെ ഒന്ന് കല്യാണം കഴിക്കുക ആ രീതിയിലൊന്നും വേണ്ട കേട്ടോ. നിലവിൽ ഡിവേഴ്സ്ഡ് ആയിട്ടുള്ള നമുക്ക് ലീഗലി അത് രജിസ്ട്രേഷനൊക്കെ ചെയ്യേണ്ടതാണ്. കുറച്ച് എന്തെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടി വന്ന് പിന്നെ പോകുന്ന തരത്തിലുള്ള ആൾക്കാരാവരുത്. അങ്ങനെയുള്ളവർ നമുക്ക് വേണ്ട. നിലവിൽ മൂപ്പർ അതൊക്കെ അനുഭവിച്ച് വന്നതാണ്. ഇനിയുള്ള ജീവിതം നല്ല ഹാപ്പി ആയിരിക്കണം. അതിന് നിങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കണം, ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹവിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ. അത് നിങ്ങളിത് ഒറ്റക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊരാൾക്ക് അറിയാണ്ടിട്ടാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ അങ്ങനെ എടുക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ല, ആളുകൾക്ക് അറിയില്ലല്ലോ നമ്മൾ എടുത്തു വെക്കേണ്ട വരുമെന്നൊക്കെ ചിന്ത. അതെ, അതാണ് തനിയെ ഇങ്ങനെ കിടക്കായിരുന്നു. കിടക്കണ സമയത്ത് എന്റെ അച്ഛൻ വേറൊരു വികലാങ്ങനെ കൊണ്ടുവന്നു വീട്ടിലേക്ക്. അവൻ കൈ കുത്തി നിരങ്ങണ്ടപ്പോ അവന് അതേപോലെ അപ്പൊ അവൻ കട്ടിലുമെന്ന് തനിയെ ഇറങ്ങി. പിന്നെ നമുക്കൊരു പ്രചോദനം.